ഹായ്, ഇന്ന് രാവിലെ തുടങ്ങിയതാട്ടോ അമ്പുക്കുട്ടി ഇത് നടാന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ സമ്മതിച്ച്. എൻ്റെ ഒരു സന്തോഷമാണ് ആ കണ്ണി കാണുന്നത്. നടാൻ തുടങ്ങുന്നതിന് മുന്നേ എന്നെ എന്നോട് വാക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ചെയ്തോളാം, വെളുത്ത പൊടി ഞാൻ ഇട്ടോളാം. വെളുത്ത പൊടി എന്താണെന്നല്ലേ, കുമ്മായം. പക്ഷെ അത് ഞാൻ ഒരാഴ്ച മുന്നേ ഇട്ട് വെച്ചതാണെന്ന് അവൾക്കറിയില്ലല്ലോ. ഈ മഴയത്ത് പടവലത്തിൻ്റെ തൈ നിൽക്കുമോ എന്ത് കഥ അന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ മഴയത്ത് ഇത് നട്ടിട്ടില്ല, കഴിഞ്ഞ തവണ വേനയ്ക്കായിരുന്നു നട്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സംഗതി എനിക്കറിയില്ല. എന്നെപ്പോലെ തന്നെ അമ്പുവിനെ പോലെ തന്നെയാണ് ഞാൻ, എനിക്കൊന്നും അറിയില്ല, അവൾക്കും ഒന്നും അറിയില്ല. വളരെ ശ്രദ്ധയോടെ ഭയങ്കര ഗൗരവത്തിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാട്ടാ അവൾ ഓരോന്നും ചെയ്യുന്നത്. നട്ട് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഇത് എന്തിൻ്റെ ചെടിയാന്നുള്ളത്. മതി മതി മതിയടി, എടി ഞാനാക്കി തരാം. എന്നാലും നമ്മളിങ്ങനെ ഓരോന്നിലും കുഞ്ഞുങ്ങളെ ഒപ്പം കൂട്ടിക്കഴിയുമ്പോൾ അവരോടും പിന്നെ ഈ പച്ചക്കറികളോടൊക്കെ ഒരിഷ്ടം ഉണ്ടാവും. പിന്നെ അവരെ പച്ചക്കറി കഴിക്കാനൊന്നും അല്ലെങ്കിൽ ഇത് എന്താണ് അതിൽ നിന്നുണ്ടാവുന്നതൊന്നും കഴിക്കാൻ നമ്മൾ ആരും നിർബന്ധിക്കേണ്ടി വരില്ല. കാരണം ആ ഒരു സന്തോഷം ഉണ്ടാവില്ല അവർക്ക്. ഞാൻ നട്ടു വളർത്തിയത് എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ അത് കഴിക്കാനും അവർ ശീലിച്ചോളും. അല്ലെങ്കിൽ അമ്മുക്കുട്ടിയെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഭയങ്കര ബിസിയാണ് അവൾ. എന്താണെന്നല്ലേ, ഞാൻ കുറച്ച് കറുത്ത മണ്ണ് കൊണ്ടുവച്ചായിരുന്നു ചെടിച്ചട്ടി നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അവൾ അതിൽ നിന്ന് അതേ പൊക്കിക്കൊണ്ടുവന്നു. എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത്, അവളുടെ ചീരയില്ലേ അവൾ പാകി വെച്ചേക്കുന്നത്, അത് പറിച്ച് നടാനുള്ള സെറ്റപ്പ് ഒരുക്കും അത്ര. എന്താ ഇവിടെ അതിനുള്ള സ്പേസാണ് അവൾ കണ്ടുപിടിച്ചേക്കുന്നതാണ്. അതിൻ്റെ വിശേഷം ഞാൻ അടുത്ത വീട്ടിൽ പറയാം കേട്ടോ. പിറ്റേ ദിവസമാണെങ്കിലും സ്കൂളിൽ നിന്ന് വന്ന ആദ്യം പോയത് അവളെ നട്ട് ഈ തൈകളും വേണ്ടിയിട്ടായിരുന്നു. ചൂടല്ലേ, ഇനി ദാഹിക്കുന്നുണ്ടോ? വാടിയിട്ടുണ്ട് ഒന്ന്, ഒരെണ്ണം നേരെ ഉണ്ട്. അമ്മുക്കുട്ടിയാണെങ്കിൽ അവളുടെ ചീരത്തൈ നോക്കാം അതിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ. കുളിച്ച് ചായയും ഞാൻ കഴിച്ചു കഴിഞ്ഞു ഉടനെ വീണ്ടും വന്ന് അവൾ അത് നോക്കാനായിട്ട്. അവളുടെ ചെടി ചാഞ്ഞിരിക്കുകയാണ്, അതിന് കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. അവളതിനെ മുട്ടിയപ്പോൾ മമ്മൂട്ടിയാക്കുമെന്നാണ് തോന്നുന്നത്. അത് നേരെ നിർത്താൻ നോക്കുക. അതെണീക്കാത്തതുകൊണ്ട് വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം അവന് ക്ഷീണമാകും, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനത്തെ ഒരു അമ്പ് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച നട്ട് സാധാരണ എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞ് കുറച്ച് വഴുതന പറിക്കാനുണ്ടായിരുന്നു, പിന്നെ വഴുതന മുഴുവൻ പ്രൂൺ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയി. പിന്നെ വന്ന് നോക്കുമ്പോഴുണ്ട് 3 കൂടെ കൊലച്ച വാഴയുടെ ചോട്ടിൽ നിന്ന് ഭയങ്കര ചർച്ചയാണ്. അമ്മുക്കുട്ടിയോട് ആരാണ്ട് പറഞ്ഞു 3-4 മാസം കഴിയണം. അതിൻ്റെ വിഷമത്തിലാണ് അവൾ.